ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 22-ന് കേരളത്തിലെത്തും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ ഖത്തർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 2 ദിവസത്തെ ഓസ്ട്രേലിയൻ സന്ദർശനം ഈ മാസം 9-ന് ആരംഭിക്കും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തെ തുടർന്ന് കേരള നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. പശ്ചിമബംഗാളിലെ ഡാർജിലിംഗിൽ മണ്ണിടിച്ചിലിൽ 23 മരണം. കേരളത്തിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 22-ന് കേരളത്തിലെത്തും. തുലാമാസ പൂജ തൊഴാൻ രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കും. 24 വരെയാണ് സന്ദർശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. 22-ന് ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന രാഷ്ട്രപതി അന്നു വൈകിട്ട് ശബരിമലയിലെത്തി ദർശനം നടത്തും. അന്നു തന്നെ സന്നിധാനത്ത് നിന്നും മലയിറങ്ങും. സന്ദർശനം സംബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നിന്ന് സർക്കാരിന് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട മുന്നൊരുക്കങ്ങൾക്കായി വിവിധ വകുപ്പുകളുടെ യോഗം വരും ദിവസങ്ങളിൽ നടക്കും. ഈ മാസം 23-ന് രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുത്ത ശേഷം രാഷ്ട്രപതി കുമരകത്തേക്ക് പോകും. 24-ന് പാലായിലെ പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി തുടർന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. 2022-23 മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീം പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്ര നിർമ്മാണത്തിന് വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സമർപ്പണം, പ്രതിബദ്ധത, സന്നദ്ധ സേവന എന്നിവയെ അംഗീകരിക്കുന്നതിനാണ് പുരസ്കാരം. സാമൂഹിക ക്ഷേമം, നേതൃത്വം, ദേശീയ ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ യുവജനങ്ങളെ പ്രചോദിപ്പിക്കുന്നതിനാണ് NSS പുരസ്കാരം ലക്ഷ്യമിടുന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. നിയമസഭയുടെ കാലാവധി അടുത്ത 22-ന് അവസാനിക്കും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ 17 പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഭാവിയിൽ രാജ്യവ്യാപകമായി ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പാട്നയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ ഖത്തർ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഖത്തർ വ്യവസായ മന്ത്രി ഷെയ്ഖ് ഫൈസൽ ബിൻ താനി ബിൻ ഫൈസൽ അൽ താനിക്കൊപ്പം ഖത്തർ ഇന്ത്യ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. ഖത്തറിലെ ഇന്ത്യൻ സമൂഹവുമായും ശ്രീ പീയൂഷ് ഗോയൽ സംവദിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 2 ദിവസത്തെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഈ മാസം 9-ന് തുടക്കമാകും. ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. ഇരു രാജ്യങ്ങളിലെയും വ്യവസായ പ്രമുഖർ പങ്കെടുക്കുന്ന വ്യാപാര വട്ടമേശ സമ്മേളനത്തിലും ശ്രീ രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിലുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി കേരള നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം സഭയിലുയർത്താൻ ചോദ്യോത്തരവേള മുതൽ തന്നെ പ്രതിപക്ഷം ശ്രമിച്ചിരുന്നു. ഇതേ തുടർന്ന് ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്തു. ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി സ്പീക്കറുടെ ഡയസിനു മുന്നിൽ പ്രതിപക്ഷ മുദ്രാവാക്യം വിളികൾ തുടരവെ സഭയിൽ കാര്യപരിപാടികൾ തിടുക്കത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടെ ഡിജിറ്റൽ സർവകലാശാല ബിൽ, സ്വകാര്യ കൈവശാവകാശ അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ, മലയാള ഭാഷാ ബിൽ, പൊതുസേവനാവകാശ ബിൽ, സർവകലാശാല ഭേദഗതി ബില്ലുകൾ എന്നിവ അവതരിപ്പിക്കുകയും ചർച്ച കൂടാതെ തന്നെ സബ്ജക്ട് കമ്മിറ്റികൾക്ക് വിടുകയുമായിരുന്നു. തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ സഭ ചേരുമെന്ന് അറിയിച്ച് ഇപ്പോൾ പിരിയുന്നതായി സ്പീക്കർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി ദേവസ്വം മന്ത്രി VN വാസവൻ. കോടതി നിർദ്ദേശിച്ച അന്വേഷണ സംഘം വസ്തുത കണ്ടെത്തുമെന്നും അദ്ദേഹം നിയമസഭയ്ക്ക് പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതേസമയം തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ദേവസ്വം ബോർഡും സർക്കാരും ഇക്കാര്യത്തിൽ യാതൊരു ക്രിമിനൽ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പഞ്ചാബിൽ നിന്നുള്ള രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് ആരംഭിച്ചു. ഈ മാസം 24-നാണ് വോട്ടെടുപ്പ്. 13 വരെ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന ഒക്ടോബർ 14-നും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി 16-മാണ്. ആം ആദ്മി പാർട്ടിയുടെ സഞ്ജീവ് അറോറ രാജിവെച്ചതിനെ തുടർന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പിന് വിജ്ഞാപനമിറക്കിയത്. ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ അന്തർവാഹിനി വേധ കപ്പൽ INS ആന്ത്രോത്ത് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. വൈസ് അഡ്മിറൽ രാജേഷ് പെഡർക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒരു റിപ്പോർട്ട്. ആന്ത്രോത്തിന്റെ കമ്മീഷനിംഗ് നാവികസേനയുടെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ്. കൊൽക്കത്തയിലെ ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് നിർമ്മിച്ച ആന്ത്രോത്തിന്റെ 80% ഭാഗങ്ങളും തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. നൂതന സാങ്കേതിക വിദ്യയും തദ്ദേശീയ വിഭവങ്ങളും ഉപയോഗിച്ച് നിർമ്മിച്ച ആന്ത്രോത്ത് സമുദ്രമേഖലയിലെ ഇന്ത്യയുടെ വളരുന്ന സ്വയം പര്യാപ്തതയുടെ സാക്ഷ്യമാണ്. സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിലും ഇത് സുപ്രധാന പങ്കുവഹിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ചികിത്സയ്ക്കുള്ള ഇൻഷുറൻസ് ക്ലെയിം നിഷേധിക്കുന്നത് ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്ന് കേരള ഹൈക്കോടതി. ഡോക്ടറുടെ വിദഗ്ധ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷുർ ചെയ്ത വ്യക്തി ചികിത്സയ്ക്കോ ശസ്ത്രക്രിയയ്ക്കോ വിധേയനായി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിം ഏകപക്ഷീയമായി നിരസിക്കാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് PM മനോജ് വിധിച്ചു. ഇത് ചികിത്സ നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും പൌരന്റെ ജീവിതത്തിനും ആരോഗ്യത്തിനുമുള്ള മൌലികാവകാശ ലംഘനമാണെന്നും കോടതി പറഞ്ഞു. രാജ്യത്തെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. ഹരിയാന, പഞ്ചാബ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കനത്ത മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ബുധനാഴ്ച മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കും. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ തുടർച്ചയായി പെയ്ത കനത്ത മഴയെ തുടർന്ന് ഡാർജിലിംഗിലുണ്ടായ മണ്ണിടിച്ചിലിൽ 23 പേർക്ക് ജീവൻ നഷ്ടമായി. നിരവധി നദികൾ അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. ഡാർജിലിംഗിലും മിരിക്കിലും നിരവധി വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുകയാണ്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി. പുതുതലമുറ GST പരിഷ്കാരങ്ങൾ അസമിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിരവധി മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. പുതുക്കിയ നിരക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ നിരവധി പരമ്പരാഗത പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ നികുതി കുറച്ചിട്ടുണ്ട്. ഇത് നെയ്ത്തുകാർക്കും കർഷകർക്കും ചെറുകിട ബിസിനസ്സുകാർക്കും വലിയ ആശ്വാസം നൽകുന്നു. പരിഷ്കരണം അസമിന്റെ തേയില വ്യവസായം, കൈത്തറി, കരകൌശല മേഖല എന്നിവയെ അന്തർദേശീയ വിപണികളിൽ കൂടുതൽ മത്സരക്ഷമമാക്കുന്നു. ഇന്ന് ലോക സെറിബ്രൽ പാൾസി ദിനം. സെറിബ്രൽ പാൾസി ബാധിച്ചവരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും അവബോധം വളർത്തുന്നതിനുമായാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഐക്യത്തോടെ അതുല്യമായി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രാജസ്ഥാനിലെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 6 പേർ മരിച്ചു. തലസ്ഥാനമായ ജയ്പൂരിലെ സവായ് മാൻസിംഗ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇന്നലെ രാത്രി തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീ പടർന്നതെന്ന് അധികൃതർ അറിയിച്ചു. മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ആശുപത്രി സന്ദർശിച്ച് സ്ഥിതിഗതി വിലയിരുത്തി. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ ദുഃഖം രേഖപ്പെടുത്തി. തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് 6 അംഗ ഉന്നതതല സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 344 പോയിന്റ് നേട്ടത്തിൽ 81,522-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 99 പോയിന്റ് ഉയർന്ന് 24,992-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 1000 രൂപ വർദ്ധിച്ച് 88,560 രൂപയും ഗ്രാമിന് 11,070 രൂപയുമാണ് ഇന്നത്തെ വില. ലഡാക്കിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ചുക്കിനെ തടവിൽ വെച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്ര സർക്കാരിനോടും ലഡാക്ക് ഭരണകൂടത്തിനോടും പ്രതികരണം തേടി സുപ്രീം കോടതി. കേസ് ഈ മാസം 14-ന് വീണ്ടും പരിഗണിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 22-ന് കേരളത്തിലെത്തും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ ഖത്തർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 2 ദിവസത്തെ ഓസ്ട്രേലിയൻ സന്ദർശനം ഈ മാസം 9-ന് ആരംഭിക്കും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തെ തുടർന്ന് കേരള നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിൽ മണ്ണിടിച്ചിലിൽ 23 മരണം. കേരളത്തിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.